നാളത്തെ പ്രൊമോയിൽ നമ്മുടെ പൂജയ്ക്ക് വയ്യാതെ കൊണ്ടുപോകുന്നുണ്ട്. പൂജയുടെ കാര്യം പൂജയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പറയാം. എന്നാൽ സിബിൻ്റെ ഈ കരച്ചിൽ, അതായത് ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് പേരിലുള്ള ഒരു കരച്ചിലാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പ്രത്യേകിച്ച് എടുത്തു വരേണ്ട ആവശ്യമൊന്നുമില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതുപോലത്തെ കാര്യത്തിന് ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല അല്ലേ. കാര്യം ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിബിൻ കയറി വന്നത്. പിന്നീട് ഈ ഒരു പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നാണ് നോക്കേണ്ടത്. പുറത്തുനിന്ന് ഗെയിം കണ്ടിട്ട് വന്നിട്ട് എല്ലാവരെയും ഉപദേശിച്ച് ശരിയാക്കാൻ നോക്കിയ ഒരാളാണ് നമ്മുടെ സിബിൻ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ ഒരു ഉപദേശം സ്വീകരിക്കാൻ സിബിന് കഴിയാതെ പോയത്? സത്യത്തിൽ സിബിൻ്റെ കരച്ചിൽ കാണുമ്പം ഇതെന്താണിത് എന്ന് തോന്നുന്നതോടൊപ്പം തന്നെ നല്ല വിഷമവും തോന്നുന്നുണ്ട്. കാര്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഓവറായിട്ട് ചളവാക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ലാലേട്ടൻ ഒരു ഉപദേശം കൊടുത്തത്. അത് നല്ലൊരു വാണിംഗ് തന്നെയാണ്, ചുമ്മാ ഒരു ഉപദേശമൊന്നും അല്ല, നല്ല രീതിയിൽ വാണിംഗ് തന്നെ കൊടുത്തത്. അത് സിബിന് ആ രീതിയിൽ വാണിംഗ് കൊടുത്താൽ മാത്രമേ അവിടെ ശരിയാവത്തുള്ളൂ. കാര്യം സിബിൻ അവിടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുമായിരുന്നു. എല്ലാവരും കൺട്രോൾ ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല നാമനാരായണൻ എന്നുള്ള രീതിയിലായിരുന്നു സിബിൻ്റെ ഗെയിം. എല്ലാത്തിനും എല്ലാ പ്രശ്നം ഉണ്ടാക്കാനും സിബിൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഞാനേ പ്രശ്നത്തിലില്ല എന്ന രീതിയിലാണ് സിബിൻ്റെ ആക്ട്. അതുകൊണ്ടാണ് ലാലേട്ടനും ബിഗ് ബോസും കൂടെ അത്ര ഒരു പ്രഷർ കൊടുത്തത്. കാര്യം ഗെയിമിൽ സ്വന്തം ഗെയിം നോക്കി പോകുക, അല്ല നാട്ടിലുള്ള എല്ലാവരെയും ഗെയിം എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ഗെയിം എടുത്തു വെക്കുന്ന സിബിനായിരുന്നു. അങ്ങനെയല്ല, അവൻ്റെ ഗെയിം എത്രത്തോളം ബെറ്റർ ആക്കാൻ ശ്രമിക്കാം, അതാണ് അവിടെ നോക്കേണ്ടത്. പക്ഷേ സിബിൻ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് അവിടെയുള്ള എല്ലാവരുടെയും ഗെയിം എടുത്ത് തലയിൽ വെച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് 1-2 പേരെ കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിക്കുക. ഇതായിരുന്നു നമ്മുടെ സിബിൻ്റെ ഗെയിം. അപ്പോൾ അതല്ലാതെ എല്ലാവരുമായിട്ട് ഗെയിം കളിക്കണം, അവനും എൻ്റെ ഗെയിം അവരൊരു കളിക്കണം. ഇതാണ് വേണ്ടത്. എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ കൂട്ടത്തോടെ ഒരാളെ ആക്രമിക്കുന്നതും അല്ലെങ്കിൽ 1-2 പേരെ ആക്രമിക്കുന്നതും അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അല്ലേ. ഇപ്പോൾ സിബിന് വന്ന ആ ഒരു പ്രഷർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജാസ്മിനും ഗബ്രിക്കൊക്കെ ഉണ്ടായത്. സിബിൻ കരയുന്ന പോലെ തന്നെയാണ് അവരും കരയുന്നത് അല്ലേ. ഏത് മനുഷ്യന്മാർ കരഞ്ഞാലും കണ്ണീന്ന് വരുന്ന കണ്ണീര് തന്നെയാണ്. ഇതിനും ഇത്രയും ഒരു പ്രഷർ സിബിൻ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ പണിഷ്മെൻറ്റും അല്ലെങ്കിൽ വഴക്കും ഒക്കെ കിട്ടിയ ഒരാളാണ് നമ്മുടെ ജിൻഡോ. തോന്നുന്നത് ജിൻഡോ സഫർ ചെയ്ത് വന്ന പോലെ ആ വീട്ടിൽ ആരും സഫർ ചെയ്ത് വന്നിട്ടില്ല. ഇപ്പം ജാസ്മിനാണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒരു പരിധി കഴിഞ്ഞിട്ടും അവർക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞ് പോകണമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതേസമയം ജിൻഡോ അവനല്ല, ഇനി എന്തെന്നൊക്കെ വന്നാലും ഇവിടുന്ന് ഇറക്കി വിട്ടാലും ഞാൻ പോവില്ല, ഞാൻ ഗെയിം കളിക്കും, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് വന്നത് എന്ന് പ്രൂവ് ചെയ്ത ഒരാളെ. പക്ഷേ ഈ ഒരാഴ്ച കൊണ്ടാണ് ഇത്ര ഒരു അടിമയായിട്ട് ഗെയിം കളിച്ച് പോയത്. പക്ഷേ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കളിക്കുകയും ചെയ്യും. ഇനി ഇവിടുന്ന് ഇറക്കി ഇനി ലാട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാലും പോവില്ല. കാര്യം ജിൻഡോ ഈ ഷോ എന്താണെന്ന് അറിഞ്ഞ് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞ് വന്ന ഒരാളാണ്. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ജയിക്കണമെന്ന ആത്മവിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഞാൻ സിബിനെയും കരുതിയത്. പക്ഷേ സിബിൻ അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ആ വീട്ടിനകത്ത് തന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ സിബിൻ പെട്ടെന്ന് ഡള്ളാകുമായിരുന്നു. കാര്യം ആ ഒരു ആക്ഷൻ കാണിച്ച ശേഷം തന്നെ അവിടെ ഇരുന്ന് എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇനി പറയണ്ട, ഞാൻ ക്ഷമ ചോദിച്ചു, ഇനി അതിനെക്കുറിച്ച് ആരും ചർച്ച വേണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സായി വന്ന് പറഞ്ഞപ്പോഴും സായിയോട് പറഞ്ഞിട്ട് ഇതൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന രീതിയിൽ. കാര്യം സിബിൻ തെറ്റുകൾ ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല, അത് ചോദ്യം ചെയ്യാൻ പാടില്ല, അത് താങ്ങാനുള്ള ശക്തി സിബിനില്ല. അതാണ് ഇപ്പോൾ പറ്റിയത്. അപ്പം അത്രയും ഒരു താങ്ങാൻ ശക്തിയുള്ള താക്ക് ഇത്രയും ഒരു ഡോസ് കൊടുക്കുമ്പോൾ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ ഇനി റിക്കവറായി വരുമെന്നുള്ളത്. ഇതൊക്കെ റിക്കവറായി വന്നാൽ മാത്രമേ കപ്പ് കിട്ടത്തുള്ളൂ. അല്ല ചുമ്മാ ചെന്ന് വാങ്ങാനുള്ള അല്ലല്ലോ ബിഗ് ബോസിൻ്റെ കപ്പ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ ഓരോ സീസൺ എടുത്തു നോക്കിയാൽ മതിയല്ലോ. എന്തിന് കഴിഞ്ഞ സീസൺ തന്നെ എന്തെല്ലാം പ്രഷർ നമ്മുടെ അഖിൽമാരെ അനുഭവിച്ച്, വീടിനകത്തു നിന്നും പിന്നെ സ്വന്തമായിട്ട് പറയുന്ന ഓരോ പ്രശ്നങ്ങളും കൊണ്ട് വീട്ടിന് പുറത്തുനിന്നും ഒക്കെ പ്രശ്നങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് അതെല്ലാം തരണം ചെയ്താണ് വിന്നറായത്. അപ്പം അങ്ങനെ നിൽക്കുന്ന ആൾ മാത്രമേ സ്ട്രോങ് എന്ന് പറയാൻ കഴിയൂ. അപ്പം ഇതിനൊക്കെ പെട്ടെന്ന് വിങ്ങി പൊട്ടി കരഞ്ഞ് ഇങ്ങനെ മാറിയിരുന്നാൽ എനിക്കറിയില്ല. തെറ്റുകളെ അംഗീകരിച്ച് മാറ്റി ഗെയിമിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. എന്തായാലും വീടിനകത്ത് കയറി എല്ലാവരും നന്നാക്കാൻ വന്ന ആൾ ഇങ്ങനെ ഇരുന്ന് കരയേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.